ഹായ് ഓൾ, നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത് കേരളത്തിലെ തന്നെ ലീഡിംഗ് സ്റ്റോക്ക് ആൻഡ് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള SMKൻ്റെ എറണാകുളത്തുള്ള ഓഫീസിലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് കേരളേൻ്റെ നമ്മൾ കൂടെ ഉള്ളത് ഇവിടുത്തെ മെൻറ്ററും നമ്മളെ മാർക്കറ്റിംഗ് ഹെഡും ആയിട്ടുള്ള അൻസഫ് സാറാണ്. ഇപ്പോൾ സാർ നമുക്ക് ഓഫീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരും. ഇതിന് ശേഷം ഇവരെന്തൊക്കെയാണ് നമുക്ക് പഠിപ്പിച്ച് തരുന്നത്, ഇവിടെ എന്തൊക്കെ കോഴ്സുകളുള്ളത് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ സാർ നമുക്ക് ഓഫീസ് ഒന്ന് കണ്ടാലോ? യെസ് പോവാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഓഫീസ്. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ട്രേഡിംഗ് ഫ്ലോർ ആണ്. ഓക്കെ, ട്രേഡിംഗ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമുക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് വന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളോട് മെന്റേഴ്സിന് സപ്പോർട്ട് ഉണ്ടാവും. അതായത് ഇവിടെ പഠിക്കാത്ത ആൾക്കാർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പുറത്തുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് ട്രേഡ് ചെയ്യാൻ പറ്റും. ഫ്രീ ആണ്, നമുക്ക് അതിന് നമുക്ക് പെയ്ഡ് അല്ല. മെന്റേഴ്സിന് സപ്പോർട്ട് ഉണ്ടാവും. ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ആർക്കും ഇപ്പോൾ ഞാൻ ഇവിടെ പഠിക്കാത്ത ഒരാളാണ്, എനിക്ക് ഒന്ന് വരുന്നിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഹെൽപ്പ് ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു ഏരിയ മുഴുവൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ക്യാരംസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അതുപോലെ ഗെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ PS4 ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഉള്ളിലാണ്. അത് ക്ലാസ് കഴിഞ്ഞ് നമ്മളിവിടെ പുറത്തേക്കും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമേഴ്സ് എൻക്വയറിക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇതാണ് നമ്മൾ റിസപ്ഷൻ ഏരിയ. പിന്നെ ഇവിടെ ക്ലാസ് റൂംസ് ഉണ്ട്. മൊത്തം ഇവിടെ 2 ക്ലാസ് റൂമാണുള്ളത്. ഒന്ന് കാണാൻ പറ്റും. കാണാം, ക്ലാസ് നടക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ 02 പറഞ്ഞൊരു ക്ലാസ് റൂമാണ്. പിന്നെ 03 ഇത് നമുക്കൊരു ക്ലാസ് റൂമാണ്. പിന്നെ ഇവിടെയാണ് നമ്മളെ ഓപ്പറേഷൻ ടീം മൊത്തം ഇന്ന് വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയ ഫുള്ള് മീഡിയ ടീമിൻ്റെ ആണ്. മൊത്തം യൂട്യൂബിൽ വരുന്ന ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ വീഡിയോസും ഇവിടുന്നാണ് എഡിറ്റ് ചെയ്യണത്. സോ ഇന്ന് കുറച്ച് എംപ്ലോയീസ് ഇവിടെ ലീവാണ്. ഇന്ന് തിങ്കളാഴ്ച കുറച്ച് ആൾക്കാർ എത്തിയില്ല. അതാണ് ഇവിടെ കുറച്ച്. ഇവിടെ എല്ലാവരും എറണാകുളം ബേസുള്ള ആൾക്കാർ തന്നെയാണോ? അല്ലല്ല, അപ്പൊ ഞാനിപ്പോൾ നിലമ്പൂരിൽ നിന്ന് വരുന്നത്, അതുപോലെ മലബാർ ഏരിയയിൽ നിന്നാണ് കൂടുതൽ വരുന്നത്. പിന്നെ കൊല്ലം, പത്തനംതിട്ട അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഇതും ക്ലാസ് റൂമാണല്ലേ? ഇതും ഒരു ക്ലാസ് റൂമാണ്. 2 ക്ലാസ് റൂം. പിന്നെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ട്രേഡേഴ്സ് എല്ലാം ഇരിക്കാറുള്ളത്. ട്രെയിനേഴ്സ് എല്ലാം ഇരുന്ന് ട്രേഡ് ചെയ്യണം ഈ ഒരു ഏരിയയിൽ നിന്നാണ്. സോ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 06 എന്ന് പറയുന്നത് പാൻട്രി ആണ്. സ്റ്റുഡൻസിനായാലും നമ്മുടെ സ്റ്റാഫിനൊക്കെ ആണെങ്കിൽ ഓക്കെ ഈ പാൻട്രി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഡയറക്ടേഴ്സ് ക്യാബിനാണ്. ഇവിടെ ഡയറക്ടേഴ്സ് ഓണേഴ്സ് ആരൊക്കെ വരുന്നത്? ഇതിന്റെ ഓണർ ഷെഫീഖാണ്, സുഹേൽ. ഇവരാണ് ഇതിന്റെ ഓണേഴ്സ് വരുന്നത്. എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉള്ളത്? നമുക്കിപ്പോൾ കൊച്ചിയിലുണ്ട്, കാലിക്കറ്റ് ഉണ്ട്, പെരിന്തൽമണ്ണ, അതുപോലെ ട്രിവാൻഡ്രം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കാലിക്കറ്റ് ആണല്ലേ? പിന്നെ നമ്മൾ കൊച്ചി, ഇതാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇവിടെ നമ്മൾ എല്ലാ ഓപ്പറേഷൻസും ഈ റൂംസ് ഒക്കെ 05 HR റൂമാണ്. പിന്നെ 04 എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് ടീമിന്റെ റൂമാണ്. സെയിൽസ് ടീം. ഇവിടെ നമ്മൾ സെയിൽസ് ടീം എല്ലാവരും മൊത്തം എത്ര സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ? നമുക്ക് മന്ത്ലി ഒരു 150 എൻറോൾമെന്റ് അഡ്മിഷൻസ് വരാം. ഫോറക്സും രണ്ടും ഫോറക്സും സ്റ്റോക്കോണും കൂടിയിട്ട് 150 സ്റ്റുഡൻസോളം ഓൺലൈൻ ഓഫ്ലൈനും കൂടി എടുക്കാറുണ്ട്. ഏത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഓൺലൈനിലാണ് കൂടുതൽ വരുന്നത് അല്ലേ? അപ്പോൾ ഓൺലൈൻ നിങ്ങൾ സ്റ്റുഡിയോ എന്നാണോ ക്ലാസ് എടുക്കൽ? ഓൺലൈൻ നമുക്ക് ഈ ക്യാബിൻസ് യൂസ് ചെയ്യും, രാത്രിയാണല്ലോ. അങ്ങനെ 7:30 അധികം വരുന്നത്. ഓൺലൈൻ ക്ലാസ് നൈറ്റ് ഉണ്ടാവില്ല അല്ലേ? നൈറ്റ് 7:30 അപ്പോൾ അവർക്ക് ലൈവായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരാൻ പറ്റുമോ? അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റും. ഏത് സ്റ്റുഡൻസിന് നമ്മുടെ ട്രേഡിംഗ് ഫ്ലോർ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അവർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ദിവസം മെന്റേഴ്സിനെ വിളിച്ച് പറഞ്ഞാൽ ഏതെങ്കിലും ദിവസം അവർക്ക് നേരിട്ട് വന്നിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇൻ കേസ് ഇപ്പോൾ എറണാകുളത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ പെട്ടെന്ന് കാലിക്കറ്റ് പോകുകയാണെങ്കിൽ അവിടുത്തെ ട്രേഡിംഗ് കഫേ നിങ്ങൾ ഇതേപോലെ തന്നെ നമുക്ക് ട്രേഡിംഗ് കഫേ കാലിക്കറ്റും ഉണ്ട്. അവിടെയും വന്നിട്ട് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻ്റ് ആണെന്നുള്ള ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും? അങ്ങനെയൊന്നുമില്ല. നമ്മൾ SMKന്റെ സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഏത് ഓഫീസിൽ വന്നാലും അവർക്ക് ഈ ഒരു പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ ഒരു SMK എന്നുള്ള ഇതിലേക്ക് ഒരുപാട് നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ഇതിൽ SMK എന്തുകൊണ്ട് ആൾക്കാർ ചൂസ് ചെയ്യണം? SMK എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആണ് നമ്മുടെ ആഫ്റ്റർ കോഴ്സിലെ സപ്പോർട്ടാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ആയാലൊക്കെ ഭയങ്കര രീതിയിൽ നമ്മൾ കൊടുക്കാറുണ്ട്. എങ്ങനെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്. അത് പബ്ലിക്കും സ്റ്റുഡൻസിനും കൂടിയിട്ടാണ്, കോമൺ ആണ്. നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാത്രം ഡിസ്കോഡ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും ലൈഫ് ലോങ് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുക. അതാണ് നമ്മൾ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് അവർ പഠിച്ചപ്പോൾ കോഴ്സ് എത്ര മാസം കോഴ്സിന്റെ ഡ്യൂറേഷൻ? നമുക്ക് 3 മാസമാണ്. അതായത് 3 മാസത്തെ പ്ലാനുണ്ട്, 1 മാസത്തെ പ്ലാനുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു 3 പ്ലാനായിട്ടാണ് നമുക്കുള്ളത്. ഒന്ന് നമുക്ക് എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു സെഗ്മെന്റ് മാത്രം പഠിച്ചാൽ മതി.
അതുപോലെ തന്നെ ഫുൾ ടൈം ട്രേഡർ ആവണമെന്നുള്ളവർക്ക് ആ ഒരു സെഗ്മെന്റ് മാത്രം പഠിച്ചാൽ മതി. അതായത് ഡെറിവേറ്റീവ്സ്, ഓപ്ഷൻ സെല്ലിംഗ്, ഓപ്ഷൻ ബൈങ്, ഇത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം പഠിച്ചാൽ മതി. ഇത് ഒരു മാസമാണ് അതിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഇനി എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് സ്വിംഗ് ട്രേഡ്, ഇൻട്രാഡേ ട്രേഡ്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാം. അത് മാത്രം പഠിച്ചാൽ മതി. അതൊക്കെ മന്ത്ലി കോഴ്സ്. ഇനി 3 മാസം. ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്ലാൻ കൊണ്ട് വെൽത്ത് മാനേജ്മെന്റ്, അതായത് എനിക്ക് ട്രേഡിംഗ് ഒന്നും ചെയ്യണ്ട, ഇൻവെസ്റ്റ്മെന്റ് മതി. SIP ഇൻവെസ്റ്റ്മെന്റ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് വരുന്ന വേറെ നമ്മളെ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ കറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കും. എങ്ങനെയാണ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണത്, അതിനൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ ഇനി ഇത് 3 വേണമെന്നുണ്ടെങ്കിൽ 3 മാസത്തെ കോഴ്സ് അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൊടുക്കാം, 3 സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ ഇവിടെ അഡ്മിഷൻ എടുത്ത് ഞാൻ 3 മന്ത് കൊണ്ട് കോഴ്സ് എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എന്ന് കൂട്ടിക്കൂടെ? അപ്പോൾ എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി എനിക്ക് ഇവിടെ വരാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബാച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബാച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്ത ബാച്ചിലോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. എക്സ്ട്രാ കോസ്റ്റ് ഒന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഈ മാസം എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിലോട്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ബാച്ചിലോട്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് ഞാൻ ആദ്യത്തെ ഒരു 3 ക്ലാസ് അറ്റൻഡ് ചെയ്ത് പിന്നെയാണ് ഞാൻ ബ്രേക്ക് വന്നത്, അവിടെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അടുത്ത ബാച്ചിൽ കണ്ടിന്യൂ ചെയ്യാൻ. എനിക്ക് ഈ ഓഫ്ലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് ഓൺലൈനിൽ ആക്സസ് ഉണ്ടാവും? ഓൺലൈൻ റെക്കോർഡിംഗ്സ് നമ്മൾ കൊടുക്കും. റെക്കോർഡിംഗ്സ് കൊടുക്കും അല്ലേ? ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാ ഓൺലൈൻ ക്ലാസ് നമ്മൾ റെക്കോർഡിംഗ്സ് ആണ്. ലൈവ് ക്ലാസ്സസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റുഡൻസിനും ഓഫ്ലൈൻ സ്റ്റുഡൻസിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഓൺലൈൻ ക്ലാസിന്റെ ആക്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓൺലൈൻ സ്റ്റുഡൻസിന് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ഓഫ്ലൈൻ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്കും കൊടുക്കും. ഓക്കെ ഓക്കെ. ആ രീതിയിലെ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവർക്ക് നമ്മൾ ക്ലാസ് കഴിഞ്ഞാലും പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഇപ്പോൾ 2 എണ്ണമല്ലേ, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റും ഉണ്ട്, പിന്നെ ഫോറക്സ് മാർക്കറ്റും ഉണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു കറൻസി പിപ്സ് അല്ലേ? ഇതിൽ കറൻസി പിപ്സിൽ മെയിൻലി ഫോറക്സ് ഫോക്കസ് ചെയ്യുന്നത്. ഫോറക്സ് ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ. മറ്റേതിൽ സ്റ്റോക്ക് ട്രേഡിംഗ്. ഓക്കെ. നിങ്ങൾ പഠിപ്പിക്കുന്ന സിലബസ് ഇല്ലേ, അതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഫസ്റ്റ് സിലബസിൽ നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫോറക്സ് ആണെങ്കിൽ എന്താണ് ഫോറക്സ് മാർക്കറ്റിംഗ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ബേസിക് ആയില്ല എന്താണ് ചാർട്ട്, എന്താണ് ട്രേഡിംഗ് വ്യൂ, എന്താണ് ക്യാൻഡിൽസ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കാം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോകും. എന്തായാലും നമ്മളൊരു 3 മന്താണ് കോഴ്സ് എന്നുണ്ടെങ്കിൽ 1.5 മന്ത് കൊണ്ടെങ്കിൽ നമ്മൾ എല്ലാ തിയറി പാർട്ടുകളും തീർത്തിട്ട് പിന്നെ ഫുള്ള് പ്രാക്ടിക്കലാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അതായത് ലൈവ് ട്രേഡിംഗ് കഫേസ് ഉണ്ട്. ഈ കഫേസ് ഇത് ലൈവ് ട്രേഡിംഗ് ഫ്ലോർ ആണ്. അല്ലാതെ സ്റ്റുഡൻസിന് നമ്മുടെ കോഴ്സിന്റെ കൂടെ തന്നെ തിയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈവ് ട്രേഡ് ആണ്. മെന്റേഴ്സിന്റെ കൂടെ അവർക്ക് ലൈവ് ട്രേഡ് ചെയ്യാൻ പറ്റും. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റിൽ നമ്മൾ സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യും. ഓഫ്ലൈൻ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ലൈവ് ട്രേഡിംഗ് കഫേ ആണ്. ലൈവ് ട്രേഡിംഗ് കഫേ ആണ് ഇപ്പോഴാണ് നടക്കുന്നത്. സോ അതുപോലെ സ്റ്റുഡൻസിന്റെ മെന്റേഴ്സിന്റെ കൂടെ സ്റ്റുഡൻസിന് ഒന്ന് സെറ്റ് ആവുന്ന വരെ അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ അധികം വരുന്ന സ്റ്റുഡൻസിന്റെ ഏജ് കാറ്റഗറി എങ്ങനെയാണ് വരുന്നത്? ഏജ് കാറ്റഗറി കൂടുതൽ നമുക്ക് സ്റ്റുഡൻസ് ആണ് വരുന്നത്. അതായത് ഒരു കോളേജ് സ്റ്റുഡൻസ് ഒരു 22-23 ഏജ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് 45 പ്ലസ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വരുന്നുണ്ട്. അവർ ഓൺലൈനിലാണ് കൂടുതൽ ഉണ്ടാവാറ്. ഓഫ്ലൈൻ ആയിട്ട് വരാറുണ്ട്, കൂടുതലും ഓൺലൈനാണുള്ളത്. ചിലപ്പോൾ ഈ 45 പോലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ലാപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റി അറിയണമെന്നില്ല. അപ്പോൾ അവരിങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെറ്റാക്കി കൊടുക്കും. അപ്പോൾ അവർക്ക് ജസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടായാൽ മതി. അത് എങ്ങനെ ട്രേഡ് ചെയ്യണം, എങ്ങനെ ട്രേഡിംഗ് യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഒരു 0 നോളജ് ഉള്ള ആൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ 3 മന്ത് കൊണ്ട് ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എത്തുന്ന ലെവലിൽ ആക്കി കൊടുക്കും. ഓക്കെ. അതായത് തിയറി പ്രാക്ടിക്കൽ എല്ലാം കൂടി സെറ്റാക്കി ആക്കി കൊടുക്കും. ഓക്കെ. ആൾക്ക് ലാപ്ടോപ്പ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ട്രേഡിംഗ് പഠിക്കാൻ പറ്റുന്നില്ല കൺസേൺ ഒന്നും വേണ്ട. നമ്മളതെല്ലാം ഇവിടുന്ന് മെന്റേഴ്സ് തന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നല്ല. ഇൻ കേസ് 3 മന്ത് കൊണ്ട് പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ആൾക്ക് ഇവിടെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പം നമ്മളല്ലോ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് പഠിച്ചു, നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഇയറിലാണ് പഠിച്ചത്, നിങ്ങൾക്ക് എന്നിട്ടൊന്ന് ബ്രേക്ക് എടുത്തു, എന്നാൽ നിങ്ങൾക്ക് വീണ്ടും കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടുന്ന് ഒന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ. 3 മന്ത് എന്നുള്ള പേരെന്നുള്ളൂ ശരിക്കും. ബാക്കി പക്ഷേ ലൈഫ് അത് നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ച് തീരുന്നത് വരെ നിങ്ങളുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ നമ്മളെ ഓൺലൈനിലും ഓഫ്ലൈൻ ബാച്ചിന് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും ഫീസിലൊക്കെ? ഓൺലൈൻ ക്ലാസ്സിന് കുറച്ച് കുറവായിരിക്കും, ഓഫ്ലൈന് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രീമിയം ആയിട്ട് കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന കോൺഫിഡൻസിൽ ഉറപ്പെന്താണ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, കിട്ടും. അതായത് ബിഫോർ ആൻഡ് ആഫ്റ്റർ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അവർക്ക് ഷുവറാണ്, 100% നമ്മൾ ഗ്യാരണ്ടീഡ് ആണ്. ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു മൊമെന്റ് എത്തുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മടി കാര്യങ്ങൾ വരും. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു പുഷ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങളെ സ്റ്റുഡൻസിന് വരികയാണെന്നുണ്ടെങ്കിൽ അവർ നോക്കാനൊക്കെ ആൾക്കാരുണ്ട്. സ്കൂളിലൊക്കെ ഓരോ കോമ്പറ്റീഷൻസ് നടത്താറുണ്ട്. ഓക്കെ. ട്രേഡിംഗ് കോമ്പറ്റീഷൻസ്. ഈ കോമ്പറ്റീഷൻസ് വെക്കുമ്പോൾ നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ നിങ്ങൾ ഫ്രെയിമിൽ കണ്ടെന്തോ 1 lakh എന്തോ
പ്രൈസ് മണി അതുപോലെ ഫണ്ട് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചാലഞ്ചസ് വെക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ആയാലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണെങ്കിലും അവർ ട്രേഡിംഗിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സ് ആയാലും കൃത്യമായ ഫോളോ അപ്സ് അവർ എടുക്കാറുണ്ട്. ഇപ്പോൾ ഓരോ ക്ലാസ്സസ് കഴിഞ്ഞാലും അതിന്റെ ഫോളോ അപ്സ് എടുക്കും. സ്റ്റുഡൻസിനെ വിളിക്കും, ക്ലാസ്സസ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, റിപ്പീറ്റ് സെഷൻ വേണോ, മെന്ററിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, മെന്റർ എന്തെങ്കിലും മിസ്ബിഹേവ് ചെയ്തോ എന്നൊക്കെ ചോദിക്കും. റെഗുലർ ഫോളോ അപ്സ് ഉണ്ട്. കാരണം പല സ്ഥലത്ത് ഞങ്ങളുടെ മിസ്റ്റേക്ക് ഈ ഫോളോ അപ്പ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് അവിടെ നിന്നു. പിന്നെ കുറേ എൻ്റെ പരിചയത്തിലൊക്കെ നമ്മളൊക്കെ ഒരുപാട് കോഴ്സ് എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണ്. ഇവരൊന്ന് റെഗുലർ പുഷ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടാവില്ല. ഇവിടെ സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ് ആയാലും മെന്റേഴ്സ് ആയാലും റെഗുലർലി സ്റ്റുഡൻസിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടായിരിക്കും. എന്താണ് സ്റ്റാറ്റസ്, അത് സ്റ്റുഡൻസ് ഓക്കെ ആയാൽ മതി. ഓക്കെ ആവാന്നുള്ളതാണ് നമ്മൾ മെയിൻ. സ്റ്റുഡൻസിന് ഇവിടുന്ന് പഠിച്ചിറങ്ങണമെന്നില്ല, അവർക്കൊരു ഇതുണ്ടാവുമല്ലോ, എനിക്ക് ഇവിടുന്ന് പഠിക്കണം, എനിക്കിത് പഠിച്ചെടുക്കണം എന്നില്ല, അവർക്കൊരു ആഗ്രഹം കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അവരെ സെറ്റാക്കി എടുക്കും. ഓക്കെ. അപ്പോൾ ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ഡ്രീമായിട്ട് ഒരാൾ ഇവിടേക്ക് സീറോ നോളജിൽ വരികയാണെന്നുണ്ടെങ്കിൽ 3 month കൊണ്ട് അവരിങ്ങനെ സെറ്റ് ആക്കി കൊടുക്കും, ലൈഫ് ലോങ് സപ്പോർട്ട് നിങ്ങൾ കൊടുക്കും. അതാണ് നിങ്ങൾ തരുന്ന ഉറപ്പ്. റിവ്യൂസും അതുപോലെ തന്നെ ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയാൽ മതി. നമ്മൾ സപ്പോർട്ട് എങ്ങനെയാണെന്നില്ല, ആഫ്റ്റർ കോഴ്സ് സപ്പോർട്ട് എന്നില്ല, കൃത്യമായ സ്റ്റുഡൻസ് ആയാലും മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒന്നും കൂടി നിങ്ങളെ ബ്രാഞ്ചസ് ഒന്ന് പറയാം. എറണാകുളം കാലിക്കറ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ട്രിവാൻഡ്രം പെരിന്തൽമണ്ണ നമുക്ക് ഓഫീസ് സ്പേസ് ആണുള്ളത്. ഓഫീസ് സ്പേസ് ക്ലാസ്സസ് നടക്കുന്നത് മെയിൻലി ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത് ഇവിടെയും കാലിക്കറ്റ് ആണോ? ഇവിടെ കാലിക്കറ്റ്, പെരിന്തൽമണ്ണ, ട്രിവാൻഡ്രത്തൊക്കെ നടക്കുന്നുണ്ട്. എല്ലായിടത്തും നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ മൊത്തം എത്ര മെന്റേഴ്സ് ഉണ്ട് നിങ്ങളെ ടീമിൽ? മെന്റേഴ്സ് നമുക്ക് ഒരു 8 മെന്റേഴ്സ് ആണ്. 8 മെന്റേഴ്സ് ആണ് ഇപ്പോൾ എല്ലാവരും കൂടി ആയിട്ടുള്ളത് അല്ലേ? പിന്നെ കൊച്ചിയിൽ നമുക്ക് ടോട്ടൽ സ്റ്റാഫിന്റെ സ്ട്രെങ്ത് വരുന്നത് 25 ആണ്. 25. ഓവറോൾ നമുക്കൊരു 50+ ഉണ്ട്. 50+ ഉണ്ട്. അപ്പം ഒരു നോർമൽ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ ആൾക്കാർ ട്രേഡിങ്ങിൻ്റെ കോഴ്സ് പഠിപ്പിക്കാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നോർമൽ സെറ്റപ്പ് അല്ല ഇവിടെ ഉള്ളത്. ഓൾമോസ്റ്റ് ഒരു 4-5 ബ്രാഞ്ചുകളും 50+ സ്റ്റാഫ് എംപ്ലോയീസ് ഒക്കെ ഉള്ള വലിയൊരു ടീമിൻ്റെ അടുത്തേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ തരുന്ന ഉറപ്പ് എന്ന് പറയുന്നത്, ഒരു സീറോ നോളജിൽ ഒരാൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 months നിങ്ങൾ തിയറി കാര്യങ്ങൾ, വിത്തിൻ 1.5 months നിങ്ങൾ തിയറി മൊത്തം പഠിച്ചിട്ട് അടുത്ത ടൈമിൽ നിങ്ങൾ മെൻറ്റേഴ്സിനെ കൂടി ഇരുന്ന് പ്രാക്ടിക്കലായി പഠിച്ചിട്ട് ഒരു അഡ്വാൻസ് ലെവൽ ട്രേഡർ ആക്കി മാറ്റും. ലൈഫിൽ നിങ്ങൾക്ക് സപ്പോർട്ടും തരുന്നുള്ളതാണ് ഇവർ തരുന്ന ഉറപ്പ്. ഇപ്പം ഞങ്ങൾക്കൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, പല ആൾക്കാരിലും കാണുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, നമ്മൾ ഓൺലൈനിൽ കോഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഒരു മടി വരും. ആ മടി ഇവിടെ വരാണ്ടിരിക്കാൻ ഇവർ ഒരുപാട് ചലഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഭയങ്കര എൻഗേജ് ചെയ്തിട്ടാണ് ഇവർ കോഴ്സ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് ഇൻ കേസ് ആരെങ്കിലും അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളെ വ്യൂവേഴ്സ് ആണെങ്കിൽ നമുക്കൊരു 1000 രൂപീസ് എന്തായാലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് ഒരു കോഡ് എന്തെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല, ആ കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപീസ് സ്കോളർഷിപ്പ്, അത് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു കോഴ്സിന് പറ്റിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും, ഈ ഒരു നിങ്ങൾക്കൂടെ ജോയിൻ ചെയ്യണമെങ്കിലും എൻക്വയറി ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഞാൻ ഒരു നമ്പർ നമുക്ക് കൊടുത്തൂടെ? ഓക്കെ. ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് നോക്കാൻ പറ്റും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവരോട് സംസാരിക്കാം. ഇവർ പ്രോപ്പറായിട്ട് പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് പറ്റുന്നുള്ളൊരു വിശ്വാസം വന്നാൽ മാത്രം നിങ്ങൾ എന്താക്കുക അഡ്മിഷൻ എടുക്കുക. കാരണം ഞാനിവിടെ വന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1-2 പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്ത്, അപ്പോൾ അത് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ ഫീൽ എന്താ വെച്ചാൽ, ഇപ്പോൾ അർജുൻ സാറിൻ്റെ കൂടെയും സാറിൻ്റെ കൂടെയൊക്കെ നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ഇവർക്ക് ഇതിനോടുള്ള പാഷൻ എനിക്ക് കറക്റ്റ് മനസ്സിലായത്. അതായത് എത്രത്തോളം ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ഓരോ സ്റ്റുഡൻസിനെയും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ആക്കി കൊടുക്കാനുള്ള ആഗ്രഹം ഇവരുടെ ഉള്ളിൽ നല്ല രീതിയിലുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നൊരു ഉറപ്പ് എനിക്കുണ്ട് ഈ ഒരു വീഡിയോ എടുത്തതിലും ഇവിടുത്തെ ടീമിനെ കണ്ടപ്പോഴൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരൊറ്റ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിൽക്കാണ്ട് മറ്റു സോഴ്സ് ഓഫ് ഇൻകം കൂടി വരണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ എന്തായാലും SMK കൊടുക്കുക. അപ്പോൾ സാർ നമ്മളൊരു വീഡിയോ വന്നതിൽ താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ സ്റ്റുഡൻസൊക്കെ എന്തായാലും ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ആയിക്കോട്ടെ. താങ്ക് യു സോ മച്ച്.